നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കളക്ടറുടെ മൊഴി തള്ളി റവന്യൂ മന്ത്രി കെ രാജൻ. പഴയ നിലപാടിൽ ഉറച്ചാണ് മന്ത്രി രംഗത്ത് വന്നത്. നവീൻ ബാബു ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു. ലാൻഡ് റവന്യൂ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടാണ് സത്യമെന്നും അദ്ദേഹം പറഞ്ഞു. നവീൻ ബാബുവിനെതിരെ ഒരു പരാതിയുമില്ലെന്നും കളക്ടർ പരാതി നൽകിയിട്ടില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. കളക്ടറുടെ പുതിയ മൊഴി അവിശ്വസനീയമാണ്. രേഖകളിൽ കൃത്യമായി എല്ലാം പറയുന്നുണ്ട്. അതാണ് സത്യം. അത് ഞാൻ ഒപ്പിട്ടതാണ്. നവീൻ ബാബുവിന്റെ മരണത്തിൽ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കെ രാജൻ ആവർത്തിച്ചു. തെറ്റ് പറ്റിയതായി നവീൻ ബാബു പറഞ്ഞതായുള്ള കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി പുറത്തു വന്നിരുന്നു. നവീൻ ബാബു പറഞ്ഞ കാര്യങ്ങൾ മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നതായും കളക്ടറുടെ മൊഴിയുണ്ടായിരുന്നു. യാത്രയപ്പിനെ കുറിച്ചും ADM പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും മന്ത്രി കെ രാജനോട് പറഞ്ഞുവെന്നാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത്. പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മന്ത്രി പറഞ്ഞതായും കളക്ടർ നൽകിയ മൊഴിയിലുണ്ട്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് പുറത്തുവന്നിരുന്നു. മൊഴിയിൽ കെ രാജനെ പ്രതിരോധത്തിലാക്കി കണ്ണൂർ ജില്ലയിലെ CPM നേതൃത്വം നേരത്തെ രംഗത്തെത്തിയിരുന്നു. കളക്ടറുടെ മൊഴിയെക്കുറിച്ച് പ്രതികരിക്കേണ്ടത് മന്ത്രിയാണെന്ന് CPI കണ്ണൂർ ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാറും പ്രതികരിച്ചിരുന്നു. മന്ത്രിയും ഉത്തരവാദിത്തപ്പെട്ടവരും മറുപടി പറയുമെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. മന്ത്രിയുടെ മൊഴി അന്വേഷണ സംഘം എടുത്തില്ലല്ലോ, ആ മൊഴിയും രേഖപ്പെടുത്തേണ്ടതല്ലേ എന്നായിരുന്നു CPI കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് അജയ് കുമാറിന്റെ പ്രതികരണം. അതേസമയം ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പോലീസ് സമർപ്പിച്ച അഡീഷണൽ കുറ്റപത്രവും മറ്റ് അനുബന്ധ രേഖകളും പരിശോധിച്ച തുടർ നടപടികൾ കൈക്കൊള്ളാൻ സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ നൽകിയ ഹർജി അടുത്ത മാസം 5-ന് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 1 കോടതിയിൽ അഡീഷണൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. നേരത്തെ നൽകിയ കുറ്റപത്രം സംബന്ധിച്ച കൂടുതൽ വിശദീകരണവും തെളിവുകൾ സംബന്ധിച്ച വിശദീകരണവും അടങ്ങിയതാണ് ഇത്. ഈ വിവരങ്ങൾ പരിശോധിക്കുന്നതിനാണ് മഞ്ജുഷ സാവകാശം ചോദിച്ചത്. വിചാരണയ്ക്കായി കേസ് സെഷൻസ് കോടതിയിലേക്ക് മാറ്റുന്നതിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ ഇതിന് ശേഷമായിരിക്കും. എന്തായാലും അതിനിടെ നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ തനിക്കെതിരെയുള്ള കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ PP ദിവ്യ ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. ദിവ്യക്കെതിരായി ചുമത്തിയ കുറ്റം നിലനിൽക്കില്ലെന്ന് ദിവ്യയുടെ അഭിഭാഷകൻ K വിശ്വൻ പറഞ്ഞു. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയത് സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ADM കുറ്റസമ്മതം നടത്തിയതായി കളക്ടറുടെ മൊഴിയുണ്ട്. അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിയ PP ദിവ്യ വേട്ടയാടപ്പെടുകയാണ്. വ്യക്തി താൽപര്യവും രാഷ്ട്രീയ താൽപര്യവുമാണ് മറ്റ് ആരോപണങ്ങൾക്ക് പിന്നിൽ. കുറ്റപത്രം റദ്ദാക്കുന്നതിനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. പണം വാങ്ങിയെന്നതിന് നേരിട്ടുള്ള തെളിവ് കുറ്റപത്രത്തിലില്ല. എന്നാൽ അതിനനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായതായി കുറ്റപത്രത്തിലുണ്ട്. നിയമപരമായി നിലനിൽക്കാത്ത കുറ്റപത്രമാണ് പോലീസ് സമർപ്പിച്ചത് എന്നാണ് K വിശ്വൻ പറയുന്നത്. 2024 ഒക്ടോബർ 15-ന് രാവിലെയാണ് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ ADM നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ADMന്റെ യാത്രയപ്പ് ചടങ്ങിൽ ക്ഷണിക്കപ്പെടാതെ എത്തിയ PP ദിവ്യ നടത്തിയ അധിക്ഷേപ പ്രസംഗമാണ് നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കേസ്. കേസിൽ അറസ്റ്റിലായി ദിവ്യയ്ക്ക് പിന്നീട് ജാമ്യം ലഭിച്ചു. കേസിൽ പ്രതിയായതോടെ ദിവ്യയ്ക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്നു. പാർട്ടി തലത്തിലും നടപടിയുണ്ടായി.